പറഞ്ഞപ്പോൾ യതി പറഞ്ഞു, സത്യത്തിൽ അങ്ങയ്ക്ക് 7 ജന്മം പുത്രനുണ്ടാകാനുള്ള യാതൊരു വഴിയില്ല. സപ്തജന്മാവധി തവ പുത്രോ നൈവ ച നൈവ ച, ഒരിക്കലുമില്ല. അപ്പം അതുകൊണ്ട് വിവേകത്തോടുകൂടി ചിന്തിച്ച് ഇതൊന്നുമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. സന്തതേ സകരോ ദുഃഖം അവാപാംഗ പുരാതഥ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാ സുഖം. ഈ കുടുംബത്തിലുള്ള ആഗ്രഹം അങ്ങക്ക് എന്നും ദുഃഖത്തിന് കാരണമാവും. അതുകൊണ്ട് സന്യസിക്കൂ. സന്യാസമാണ് ജീവിതത്തിലെ ഏറ്റവും സുഖകരമായിട്ടുള്ള അവസ്ഥ. യഥാർത്ഥ സന്യാസി അല്ലേ? സന്യസിച്ചു എന്നുള്ളത് കൊണ്ട് മനസ്സ് സന്യസിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ദുഃഖം തന്നെയാവും. അയാൾക്ക് ആശ്രമം ഉണ്ടാക്കാനുള്ള ദുഃഖം, ആശ്രമം കൊണ്ടു നടത്താനുള്ള ദുഃഖം അല്ലേ? അപ്പൊ പിന്നെ ഗൃഹസ്ഥനല്ല എന്ന് മാത്രമേ ഉള്ളൂ. ദുഃഖം മാറണില്ല. അപ്പൊ ദുഃഖം മാറണമെങ്കിൽ എന്ത് വേണം? യഥാർത്ഥ സന്യാസിയാണ്. അങ്ങനെയുള്ള സന്യാസിമാർക്ക് സ്വന്തമായി വീടുണ്ടാവില്ല, ആസ്തി ഉണ്ടാവില്ല. ഓരോ ദിവസവും കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കും. അത് ഒരിക്കലും എടുത്തു വയ്ക്കില്ല.